ഞാൻ ഇന്ന് ശങ്കരൻകുളങ്ങര ജംഗ്ഷനിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണാനിടയായത്. ഞാൻ ബൈക്ക് സൈഡാക്കി അതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ അടുത്ത് പോയി വായിച്ചു നോക്കിയപ്പോൾ അതിനകത്തെ കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ ചുറ്റിലും നമ്മൾ നിരന്തരമായിട്ട് ഒരുപാട് പേരെ കാണുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നവരുമായി എത്രയോ പേർ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഏറ്റവും സാധാരണപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഒരു റെസിഡൻസിൻ്റെ ബേസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർത്തും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അത് അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഞാൻ അടുത്തുള്ള ചായക്കടയിൽ ചേട്ടനോട് പോയി ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യം, സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർ പോലും വന്ന് തുറന്നു നോക്കി അതിൻ്റെ കറി എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിഞ്ഞാൽ തുറന്നു വെച്ചിട്ട് അവർക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അവർക്കറിയാം, എന്നിട്ടും തുറന്നു വെച്ചിട്ട് അവർ പോകും. ഈ ഒരു പ്രവൃത്തി നിരന്തരമായപ്പോൾ വേസ്റ്റും കാര്യങ്ങളും കൂടുന്നത് കണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് കംപ്ലയിൻറ്റ് വന്നതിൻ്റെ ബേസിൽ അത് ക്ലോസ് ചെയ്തെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമ്മൾക്ക് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കുറച്ച് സാമൂഹിക ദ്രോഹികളെ കാണാൻ പറ്റും. കാര്യം അവർ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യുകയില്ല, അവരവർക്ക് വേണ്ടിയും നല്ലത് ചെയ്യില്ല. മറ്റുള്ളവരെങ്ങനെ ദ്രോഹിക്കാൻ പറ്റും, മറ്റുള്ളവരെന്ത് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കാൻ പറ്റും എന്ന് മാത്രം നോക്കി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ തന്നെയാണ് ആ നാടിൻ്റെ ഏറ്റവും വലിയ ശാപവും. ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികളെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അതൊരു ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കരുത്.